SDPയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയാണ് SDPI കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. കൊല്ലം റെസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SDPI ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വളരെ സജീവമായി ചർച്ചക്കിടയാക്കിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ താൽക്കാലിക തസ്തികകളിൽ ഒഴിവ് വന്നാൽ അതിലേക്ക് ആ ഒഴിവ് നികത്തുന്നതിനായി പാലിക്കേണ്ടുന്ന മാനദണ്ഡങ്ങളുണ്ട്. 1959 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആക്ട് അനുസരിച്ച് അങ്ങനെ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്താൽ അവിടുത്തെ HMC എന്ന് പറയുന്ന അതിന്റെ മാനേജിംഗ് കമ്മിറ്റി വളരെ കൃത്യമായി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കൃത്യമായി അത് റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി വർഷങ്ങളോളം പഠനം നടത്തിയിട്ട് ഒരു തൊഴിലിനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ മുൻഗണനാ ലിസ്റ്റ് അനുസരിച്ച് കൃത്യമായി ഇന്റർവ്യൂ നടത്തിയിട്ടാണ് അതിന്റെ പ്രയോറിറ്റിയിൽ ഏറ്റവും യോഗ്യരായ ആളുകളെ മുൻഗണനാക്രമത്തിൽ നിയമിക്കേണ്ടത്. സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ ജില്ലാ ഹോസ്പിറ്റൽ പിൻവാതിൽ നിയമനത്തിന്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് AK ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ, ജില്ലാ സെക്രട്ടറിമാരായ രാഖി അശോകൻ, നുജുമുദ്ദീൻ അഞ്ചുമുക്ക്, മനാഫ് പത്തടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ പട്ടത്താനം, V ഷാഹുൽ ഹമീദ്, ഹബീബ് കൊല്ലം, സലീന സുധീർ, മണ്ഡലം ഭാരവാഹികളായ ഷെഫീഖ് കരുവ, സുനീർ, ഷെറിൻ, റാസി, സുരാജ് കൊല്ലക എന്നിവർ പങ്കെടുത്തു.